ഹലോ ഹായ് ഹൗ ആർ യു എങ്ങനെ ഇരിക്കണു എല്ലാവരും സുഖമായിട്ടിരിക്കണു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കണു. അപ്പോൾ നമുക്കിന്നൊരു മീഷോ ഹോളാണ്. ഞാൻ ട്രസ്റ്റ് ചെയ്ത് വാങ്ങിച്ച ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ചില ടോപ്സ് ആൻഡ് ഡ്രസ്സസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ. ഇത് ചെറിയൊരു ഡീറ്റെയിലിംഗ് വന്നിട്ട് ട്വിസ്റ്റഡ് ആയിട്ടുള്ളത്, ട്വിസ്റ്റ് ചെയ്ത് അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ദെൻ ഇത് സ്മോൾ ആണ് സൈസ്. റിബ്ഡ് അല്ലെങ്കിൽ കൂടി അവർ മാക്സിമം ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്, നോർമൽ ടോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം. ഇത് നിങ്ങൾക്ക് അധികം കണ്ടിട്ടുള്ള ഈയിടെ അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന പല കളറിലുള്ള ഒരു ടോപ്പാണിത്. അഫോർഡബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൻ്റെ കോളറിന് വേണ്ടിയത് പീറ്റർ പാൻ കോളറിന് വേണ്ടി മാത്രം ഞാൻ എടുത്താണ്, മീഷോയിൽ നിന്ന് എടുത്താണ്. സെൽവിയാണ് ബ്രാൻഡ്, സ്മോൾ ആണ് സൈസ്. പഫ് സ്ലീവ് ആണ്, കുറച്ച് നീളമുള്ള അറ്റത്ത് ഇലാസ്റ്റിക് ഡീറ്റെയിൽസ് ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടിയിൽ ബ്ലൗസിനൊക്കെ പോലൊരു പടിയുണ്ട്, അപ്പോൾ ഇവിടെ ചേർന്നിരുന്നോളും. എന്നാൽ തന്നെയും ഹൈ വേസ്റ്റ് ട്രൗസറിൻ്റെ കൂടെ കൂടുതൽ പോകും. ദെൻ ഇതിനുള്ളൊരു നോട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് എടുത്തങ്ങ് കളഞ്ഞു. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിലിങ് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്കും. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ജാക്കറ്റാണ്. ജാക്കറ്റ് അർബാനിക്കിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ജാക്കറ്റാണ്. പക്ഷെ അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷേ എനിക്കിതിൻ്റെ നീലയുണ്ട് അർബാനിക്കിൻ്റെ, അത് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതിപ്പോൾ അർബാനിക്കിലില്ല, സാവനയിലേക്ക് പോയി. സാവനയിൽ ഞാനത് കണ്ടില്ല. സോ ഇതാണ് നെക്സ്റ്റ് വന്നിട്ട്. അത്യാവശ്യം നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെ കോട്ടൺ ആണെന്നൊക്കെ തോന്നുമെങ്കിലും കുറച്ചൊരു ചീപ്പ് മെറ്റീരിയൽ ആണ്. പിന്നെ വേറെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിരുന്നു, അതൊക്കെ ഞാൻ ജാക്കറ്റ് സെക്ഷനിൽ കാണിക്കുന്നതായിരിക്കും. ദെൻ ഇതിങ്ങനെ സാധാരണ എല്ലാ ബോംബർ ജാക്കറ്റിനൊക്കെ വരുന്നത് പോലെയുള്ള ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ദെൻ ഇത് ബേസ്ബോൾ ജാക്കറ്റ് ആണല്ലോ. ദെൻ പിന്നെ മേടിച്ചതാണ്, കറുപ്പില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ഇവിടുത്തെ തണുപ്പത്ത് പെട്ടെന്നൊരു യൂസ്ഫുൾ ആയ ഒരു കാര്യം ആയതുകൊണ്ട് മാത്രം ഞാനിത് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊന്നുമില്ല, നമ്പർ 2 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാനിതിൻ്റെ കോഡും കാര്യങ്ങളും താഴെ കൊടുക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഭയങ്കര റേറ്റിംഗ് ഉള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്കത് കാണും പറയാം. ബ്രാക്കറ്റിൽ ഒരുപാട് ആൾക്കാർ മേടിച്ചു പോയ ഒരു ടോപ്പാണ്. വീനക്ക്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വീനക്ക്. ഇത് ഞാൻ ജംസ്യൂട്ടിൻ്റെ കൂടെയോ ടോപ്പായിട്ടോ എങ്ങനെ വേണേലും, ഈവൻ ബ്ലൗസ് ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്തതിൻ്റെ കഴുത്ത് കണ്ടിട്ട് മാത്രം ഞാൻ എടുത്താണ് കേട്ടോ. 120 രൂപയാണ് ഞാൻ എടുത്തത്. പക്ഷേ നോ പ്രോബ്ലം, ഞാൻ ട്രസ്റ്റ് ചെയ്യും ഗൈസ്, ഭയങ്കര അഫോർഡബിൾ ആണ്. 120 അല്ല, അത്രയല്ല, ഞാൻ പറയാം, മെൻഷൻ ചെയ്യാൻ താഴെ. ഭയങ്കരമായിട്ടുള്ള ക്രോപ്പ് കം ലോങ് ടോപ്പാണ്. ക്രോപ്പും അല്ല ലോങ്ങും അല്ലാത്തൊരു ക്യാപ് സ്ലീവ് ഉള്ള ഒരു ടോപ്പാണിത്. സോ ഇതും ഭയങ്കര അഫോർഡബിൾ ആണ്. ദെൻ ഇതും ഞാൻ ഷോർട്സിൽ എല്ലാം ഞാൻ ഷോർട്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഇട്ട് കാണുകയും ചെയ്യാം, ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ലോങ് ആക്കണ്ടല്ലോ. ഈ വീഡിയോ ലോങ് ആക്കിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. സോ അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാം കാണിക്കാം. പിന്നെ ഇതും ഒരു കഴുത്ത് പ്രേമി എന്നുള്ള ഇതിലേക്ക് ഞാൻ എടുത്താണ്. പക്ഷേ ഗൈസ്, ഇതിടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാണ്. ഇതിൻ്റെ പേരെന്താണ്, സുഡ്ബിറ്റ് എന്നാണ്. പക്ഷേ റെഡ്മഞ്ചി എന്നുള്ളൊരു ബ്രാൻഡിൽ ഞാൻ ഇനി ടോപ്പുകളുണ്ട്, അത് കാണിക്കാം. റെഡ്മഞ്ചി എന്നുള്ള ബ്രാൻഡിൽ നിന്ന് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാം. ഇതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, കാരണം അന്ന് സ്റ്റോക്ക് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഇങ്ങനെ വന്നിട്ടൊരു കഴുത്ത് അർബാനിക് ടോപ്പിനെ പോലെയൊക്കെ തന്നെ അതിൻ്റെ വില കാരണം ഞാൻ മേടിച്ചില്ല. സോ ഇത് ഞാൻ യൂസ് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് സരോജിനി നഗറിലൊക്കെ പോയാൽ കുറേ അവിടെ കിടക്കുന്നത് കാണാം. ഇത് കണ്ടോ, ഇത് ഞാൻ മേടിച്ചത് ഷർട്ടിൻ്റെ മുകളിൽ പെയർ ചെയ്ത് കോൾസെറ്റായിട്ട് യൂസ് ചെയ്യാനായിരുന്നു കേട്ടോ. കോൾസെറ്റായിട്ട് യൂസ് ചെയ്യാൻ ഇതിൻ്റെ വെള്ളയൊക്കെ അവൈലബിൾ ആണ്. പുറകിൽ ഇങ്ങനെ എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് വന്നിട്ടാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സ്ട്രാപ്പിയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇത് കാർബാനിക്കിൻ്റെ ഒരു ഡ്യൂപ്പ് സെക്ഷനിൽ വരുന്നതാണ്. മീഷോയിൽ പാഡഡ് ആണ്. എന്നാലും ഞാൻ കുറച്ച് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഐഡിയാസിന് വേണ്ടി മേടിച്ചതാണിത്. പേൾ ഡീറ്റെയിലിങ് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഞാൻ നനച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. എന്നാലും കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ആവാം എന്നെനിക്ക് തോന്നിയ ഒന്നാണ് ആ കറുപ്പും ഇതും. വീഡിയോ വച്ച് നീട്ടാതെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാത്തിൻ്റെ കോഴ്സും കാര്യങ്ങളും ഷോർട്സിലും എല്ലാം ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കൂട്ടുകാരെ. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഞാൻ അവൈലബിൾ ആവുന്നത് പോലെ, പിന്നെ നാക്കുടക്കി അവൈലബിൾ ആവുന്നത് പോലെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ
അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺ ഹു ഈസ് വാച്ചിങ് ദിസ് ആൻഡ് സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്. ബൈ.